ലാസ്റ്റ് സെക്ഷനിൽ എങ്ങനെയാണ് ഒരു ഫാമിലി ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് ജനറേറ്റ്സ് എ ടോപ്പോളജി എന്നുള്ളത് നമ്മൾ കണ്ടിരുന്നു. നമ്മളൊരു ഫാമിലി എടുക്കുകയാണെങ്കിൽ ആ ഫാമിലി ഉൾക്കൊള്ളുന്ന, അതായത് നമ്മുടെ എക്സിൻ്റെ സബ്സെറ്റുകളുടെ ഒരു സബ് കളക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു കളക്ഷൻ ഉൾക്കൊള്ളുന്ന എല്ലാ ടോപ്പോളജികളും കൺസിഡർ ചെയ്യും. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കും. എന്നിട്ട് അതൊരു ടോപ്പോളജി ഫോം ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിനാണ് നമ്മൾ ടോപ്പോളജി ജനറേറ്റഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ സബ് കളക്ഷൻ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സബ് കളക്ഷൻ കൊണ്ട് തന്നെ എങ്ങനെയാണ് ഒരു ടോപ്പോളജി ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. So in this lecture we will start with a definition which is known as base. Let X-TO be a topological space. Now a subfamily script B of TO is said to be a base for TO if every member of TO can be expressed as the union of some members of B. ഓക്കെ, എക്സ്ടോ എന്ന് പറയുന്നത് ഒരു ടോപ്പോളജിക്കൽ സ്പേസ് ആണ്. സ്ക്രിപ്റ്റ് ബി എന്ന് പറയുന്നത് ഈ ടോയുടെ ഒരു സബ് ഫാമിലിയാണ്. സോ ആ ഒരു സബ് ഫാമിലി ഈ പെർട്ടിക്കുലർ ടോൻ്റെ ബേസ് ആണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ഈ ഒരു സ്ക്രിപ്റ്റ് ബിയിലുള്ള മെമ്പേഴ്സിൻ്റെ ചില മെമ്പേഴ്സുകളുടെയൊക്കെ യൂണിയനായിട്ട് നമുക്ക് ഈ ടോളിലുള്ള മെമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ബീനെ നമ്മൾ ബേസ് ഫോർ ടോ എന്ന് പറയും. അപ്പോൾ നമുക്ക് എക്സ്ടോ എന്ന് പറയുന്ന ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു സബ് ഫാമിലി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടോയിലുള്ള ഓരോ മെമ്പേഴ്സിനെയും നമുക്ക് ബിയിലുള്ള ചില മെമ്പേഴ്സുകളുടെ യൂണിയനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടോനെ എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ്ലി ഈ ഒരു ബി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ റെപ്രസെൻ്റ് ഇതിലെ മെമ്പേഴ്സിനെ നമുക്ക് കുറച്ച് മെമ്പേഴ്സിൻ്റെ യൂണിയനായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഈ ഒരു സബ് കളക്ഷനെ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ബിനെ നമ്മൾ ഈ ടോൻ്റെ ബേസ് എന്ന് പറയും. ഓക്കെ, ഫോർ എക്സാമ്പിൾ കൺസിഡർ എ മെട്രിക് സ്പേസ്. നമുക്കറിയാം മെട്രിക് സ്പേസിലെ ഒരു ഓപ്പൺ സെറ്റ് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസ് കൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ സെറ്റ് എന്ന് പറയുന്നത് ടോയിലെ മെമ്പേഴ്സാണ്. ടോപ്പോളജിയിൽ നമ്മൾ പറയുന്നതാണ് ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിലോങ്സ് ടു ആയിരിക്കും. അപ്പോൾ ആ ടോയിലുള്ള ഓരോ മെമ്പേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂണിയൻ ഓഫ് ഓപ്പൺ ബോൾസുകളുടെ യൂണിയനായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ സെറ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ ഫാമിലി ഓഫ് ഓൾ ഓപ്പൺ ബോൾസ് ഓക്കെ ഈസ് എ ബേസ് ഫോർ ദ ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദ മെട്രിക് എന്ന് പറയാൻ പറ്റും. ദ ഫാമിലി ഓഫ് ഓൾ ഓപ്പൺ ബോൾസ് ഈസ് എ ബേസ് ഫോർ ദ ടോപ്പോളജി ഇൻഡ്യൂസ്ഡ് ബൈ ദ മെട്രിക്. അപ്പോൾ ഇതിൽ നമ്മൾ ലോങ് ഓപ്പൺ ബോൾ എടുത്തോളണമെന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ടോ ഉണ്ടെങ്കിൽ ആ ടോയിലുള്ള മെമ്പേഴ്സിനെ എല്ലാത്തിനും എഴുതാൻ പറ്റുക, അങ്ങനെയുള്ള ഒരു ഫാമിലി എടുത്താൽ മതി. ഓക്കെ, സോ ദ ഫാമിലി ഓഫ് ഓൾ ഓപ്പൺ ബോൾസ് ഓഫ് റാഷണൽ റേഡിയ, അതും എന്ത് ചെയ്യുന്നുണ്ട്, ബേസ് ഫോം. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, റേഡിയസ് 1/n ആയിട്ട് വരുന്ന ബോൾസുകൾ മാത്രം എടുത്താൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടോയിലുള്ള മെമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പറ്റില്ല. അപ്പോൾ അത് കംപ്ലീറ്റ് ഓപ്പൺ ബോൾസ് എടുക്കണമെന്നില്ല. നമുക്ക് കുറച്ച് ഓപ്പൺ ബോൾസ് എടുത്തിട്ട് ഇത് ഈ ടോയിലെ മെമ്പേഴ്സിനെ ഇങ്ങനെ യൂണിയനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി. ഓക്കെ, സോ വി ഹാവ് എ പ്രൊപ്പോസിഷൻ, ലെറ്റ് X-TO be a topological space and script B is a subset of TO, then
this script B is a base for tau if and only if for any x belongs to x and any open set G containing x, there exists B in script B such that x belongs to B and B subset of G. ഇവിടെ എക്സ് ടോ എന്ന് പറയുന്ന ടോപ്പോളജിക്കൽ സ്പേസ് ഉണ്ട്. സ്ക്രിപ്റ്റ് ബി എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പോളജിയുടെ സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സ്ക്രിപ്റ്റ് ബി ഇതിൻ്റെ ബേസ് ആണെന്നുണ്ടെങ്കിൽ, ഈ ടോപ്പോളജിയുടെ ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കെന്തുണ്ടാവും, ഇങ്ങനൊരു കണ്ടീഷൻ, ദാറ്റ് ഈസ് ഫോർ എനി എക്സ് ബിലോങ്സ് ടു എക്സ്, എക്സിലുള്ള ഏതൊരു എക്സ് എടുക്കുകയാണെങ്കിലും ആൻഡ് എനി ഓപ്പൺ സെറ്റ് ജി കണ്ടെയ്നിങ് എക്സ്, ഈ നമ്മളെടുക്കുന്ന എക്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഓപ്പൺ സെറ്റ് ജി അവിടെ നിന്നുണ്ടാവും ദർ എക്സിസ്റ്റ് മെമ്പർ ഫ്രം ദി സ്ക്രിപ്റ്റ് ബി സച്ച് ദാറ്റ് ആ എക്സ് ഈ ബിയിലുണ്ടാവും എന്ന് മാത്രമല്ല ആ ബി എന്തായിരിക്കും, ഈ ജിയുടെ സബ്സെറ്റ് ആയിരിക്കും. തിരിച്ചും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ എന്തായിരിക്കും, സ്ക്രിപ്റ്റ് ബി ഒരു ബേസ് ആയിരിക്കും. ഇതാണ് നമുക്ക് ഇതിൽ കാണേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സ് ടോ എന്ന് പറയുന്ന ടോപ്പോളജിക്കൽ സ്പേസ് എടുത്തു, സ്ക്രിപ്റ്റ് ബി എന്ന് പറഞ്ഞൊരു സബ്സെറ്റ് എടുത്തു ടോയുടെ. നമ്മളിവിടെ ഫസ്റ്റ് അസ്യൂം ചെയ്യുന്നത് സ്ക്രിപ്റ്റ് ബി ഈസ് എ ബേസ് ഫോർ ടോ. അപ്പോൾ അങ്ങനെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്, സ്ക്രിപ്റ്റ് ബി ബേസ് ആണെന്നുണ്ടെങ്കിൽ ഈ ടോയിലുള്ള ഓരോ മെമ്പേഴ്സിനെയും ഇതിലുള്ള മെമ്പേഴ്സിൻ്റെ യൂണിയനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും, നമുക്കറിയാം. ഓക്കെ, ഇനി നമ്മൾ ഈ കണ്ടീഷനാണ് നമുക്ക് കാണേണ്ടത്. അതായത് if for any x belongs to x and any open set G containing x. So we take x belongs to x, okay, and an open set G containing x. Okay, x contain ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ സെറ്റ് നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ അസംഷൻ എന്താണ്, ജീനെ നമുക്ക് ബിയിലുള്ള മെമ്പേഴ്സിൻ്റെ യൂണിയനായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, സ്ക്രിപ്റ്റ് ബിയിലുള്ള മെമ്പേഴ്സിൻ്റെ യൂണിയനായിട്ട് നമുക്ക് ജീനെ എഴുതാൻ പറ്റും, കാരണം ജി ഓപ്പൺ സെറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജി ക്യാൻ ബി റിട്ടൺ ആസ് യൂണിയൻ ഓഫ് ബി ഐ വേർ ബി ഐ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് ബി. ഐ ഈസ് എൻ ഇൻഡെക്സ് സെറ്റ്. ഓക്കെ, ബൈ ഡെഫിനിഷൻ ഓഫ് ബേസ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ബി ബേസ് ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ബിയിലുള്ള എലമെൻസുകളെ കൊണ്ട് നമുക്ക് ജി ഒരു ഓപ്പൺ സെറ്റ് ആയതുകൊണ്ട് ജി ബിലോങ്സ് ടോ, ഈ ടോയിലുള്ള മെമ്പേഴ്സിനെ എഴുതാൻ പറ്റുന്നതുകൊണ്ട് ജീനെ നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നമ്മൾ എടുത്തിരിക്കുന്ന എക്സ് ബിലോങ്സ് ടു എക്സ്, ആ എക്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഓപ്പൺ സെറ്റ് ആണ് എടുത്തിട്ടുള്ളത്. That means x belongs to G. So this means x belongs to G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ ഓപ്പൺ സെറ്റുകളുടെ യൂണിയനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. എക്സ് ബിലോങ്സ് ടു ജി എന്ന് പറയുമ്പോൾ ഈ എക്സ് എന്തിലുണ്ടാവും, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ബി ഐയിലുണ്ടാവും. ആ ബി ഐനെ നമ്മൾ എന്തെടുത്തു, ബി ജെ എന്നെടുത്തു. ആ പെർട്ടിക്കുലർ സ്ക്രിപ്റ്റ് ബിയിലുള്ള ആ മെമ്പറിനെ നമ്മൾ ബി ജെ എന്നെടുത്തു. സോ എക്സ് ബിലോങ്സ് ടു ബി ജെ. ഇപ്പം എന്തായി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കണ്ടീഷൻ എന്താണ്, ഇങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് ഈ സ്ക്രിപ്റ്റ് ബിയിലൊരു മെമ്പർ ഉണ്ടാവും സച്ച് ദാറ്റ് ഈ എക്സ് ആ ബിയിലുണ്ടാവും എന്ന് മാത്രമല്ല ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ജി. ഇതാണ് നമുക്ക് കണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ദർ എക്സിസ്റ്റ് ബി ജെ ഇൻ സ്ക്രിപ്റ്റ് ബി, സ്ക്രിപ്റ്റ് ബിയിലുള്ളൊരു ബി ജെ കിട്ടി സച്ച് ദാറ്റ് നമുക്കറിയാം എക്സ് ബിലോങ്സ് ടു ബി ജെ ആൻഡ് ഒബ്വിയസ്ലി ബി ജെ സബ്സെറ്റ് ഓഫ് ജി. കാരണം ജി എന്ന് പറയുന്നത് ഇതും കൂടി കൂടിയിട്ടുള്ളൊരു സെറ്റാണ്. നമ്മളിവിടെ നിന്നാണ് എടുത്തത്. ജി എന്ന് പറയുന്നത് യൂണിയൻ ഓഫ് ബി ഐ ആണ്. അപ്പോൾ ഇതിൽ പെട്ടുള്ള ഒരു ബി ഐയിലുള്ളൊരു മെമ്പറാണ് ബി ജെ. അപ്പോൾ ഈ പറയുന്ന കണ്ടീഷൻ സെറ്റ്, അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഈ ബീജനെ നമ്മൾ കണ്ടീഷനിലേക്ക് ആവശ്യമായിട്ട് ബി ആയിട്ട് കൺസിഡർ ചെയ്യും. ഈ പറയുന്ന ഇവിടുത്തെ ബി ആയിട്ട് നമുക്ക് ഈ ബീജനെ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇനി കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ നമ്മൾ അസ്യൂം ചെയ്യുക എന്ന് വെച്ചാൽ എക്സ് ബിലോങ്സ് ടു എക്സ്,
ഓക്കെ. ദെൻ ഈ എക്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ഓപ്പൺ സെറ്റ് എടുക്കുകയാണെങ്കിൽ there exists a member in script B such that എക്സ് ആ മെമ്പറിലുണ്ടാവും എന്ന് മാത്രമല്ല ആ മെമ്പർ ജീൻ്റെ ഒരു സബ്സെറ്റ്, ഈ ഓപ്പൺ സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും ചെയ്യും. ഇതാണ് നമുക്ക് ഉള്ള കണ്ടീഷൻ. ഓക്കെ. ഇനി എച്ച് എന്ന് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് എടുത്തു എക്സിൽ നിന്നുള്ള. ഓക്കെ. ഓപ്പൺ സെറ്റ് ആണെങ്കിൽ എച്ച് ബിലോങ്സ് ടു ടോം. ഓക്കെ. ഇനി നമ്മൾ കാണിക്കേണ്ട എന്താണ്, ഇത് ഈ പറയുന്ന സ്ക്രിപ്റ്റ് ബി ഒരു ബേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ടോയിലുള്ള ഏതൊരു മെമ്പർ എടുത്താലും അതിനെ നമുക്ക് ഈ സ്ക്രിപ്റ്റ് ബിയിലുള്ള മെമ്പേഴ്സിൻ്റെ യൂണിയനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റണം. എന്ന് വെച്ചാൽ എച്ചിനെ നമുക്ക് എന്ത് ഇപ്പോൾ എടുത്തിട്ടുള്ള ഓപ്പൺ സെറ്റ് ആണെന്ന് വെച്ചാൽ എച്ച് ബിലോങ്സ് ടു ആണ്. എച്ചിന് നമുക്ക് യൂണിയൻ ഓഫ് ബി ഐ ഫോർ ഐ ബിലോങ്സ് ടു ഐ ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ. ഇതാണ് നമ്മുടെ എയിം. സോ ഫോർ എക്സ് ബിലോങ്സ് ടു എച്ച്, ഈ ഓപ്പൺ സെറ്റിൽ നിന്നൊരു എലമെൻ്റ് എടുത്തു എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ്, നമ്മൾ നേരത്തെ ഈ കണ്ടീഷൻ പ്രകാരം എന്താണ്, ദർ എക്സിസ്റ്റ് എ ബി എക്സ് ഇൻ സ്ക്രിപ്റ്റ് ബി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി എക്സ് ആൻഡ് ബി എക്സ് സബ്സെറ്റ് ഓഫ് എച്ച് നമ്മളുടെ അസംഷനാണ്. ഓക്കെ. എച്ച് പറയുന്ന ഒരു ഓപ്പൺ സെറ്റ് എടുത്തു. ആ ഓപ്പൺ സെറ്റിൽ നമുക്കറിയാം എക്സ് ബിലോങ്സ് ടു എക്സ്, നമ്മൾ ആ കണ്ടീഷനാണ് പറയുന്നത്. ഓക്കെ. നമ്മൾ എക്സ് എടുക്കുന്നത് ഈ എച്ചിൽ നിന്നാണ്. അപ്പോൾ ഇത് രണ്ടും ഉണ്ടെങ്കിൽ ദർ എക്സിസ്റ്റ് എലമെൻറ്റ് ഇൻ സ്ക്രിപ്റ്റ് ബി. അപ്പോൾ അതിന് നമ്മൾ ബി എക്സ് എടുത്തു. എക്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന അതാണെന്ന് കാണിക്കാൻ വേണ്ടി സച്ച് ദാറ്റ് ഈ എക്സ് എന്തിലുണ്ടാവും, ബി എക്സിലുണ്ടാവും. എന്ന് മാത്രമല്ല ബി എക്സ് എച്ചിൻ്റെ സബ്സെറ്റും ആയിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു കേസ് ഉണ്ട്. അതായത് നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് എക്സ് വൈ എടുക്കുകയാണെങ്കിലും അതിന് ചിലപ്പോൾ സ്ക്രിപ്റ്റ് ബിയിലുള്ള ഒരു സെയിം മെമ്പറിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ പറയുന്ന എക്സും വൈയും ഉണ്ടാവുക ഡിസ്റ്റിങ്ക്റ്റ് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ. ഇനി നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ ക്ലിയർലി we can show that h is equal to union x belongs to h bx. നമുക്ക് ഈസിലി കാണാൻ പറ്റും. കാരണം നമ്മൾ എക്സ് ബിലോങ്സ് ടു എച്ച് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോ എലമെൻ്റ് എടുക്കുമ്പോഴും സ്ക്രിപ്റ്റ് ബിയിലുള്ള മെമ്പേഴ്സായിട്ട് നമുക്ക് അതിനെ എഴുതാൻ പറ്റും. ഓക്കെ. ദെൻ ക്ലിയർലി എച്ച് ഈക്വൽ ടു യൂണിയൻ എക്സ് ബിലോങ്സ് ടു എക്സ് ബി എക്സ്. നമ്മൾ എച്ചിലുള്ള ഏതൊരു എലമെൻ്റ് എടുക്കുകയാണെങ്കിലും ഈ എലമെൻ്റ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഒരു ബി എക്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ യൂണിയൻ നമ്മൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഫൈനലി എച്ച് കിട്ടും. സോ വി ഹാവ് എച്ച് ഈക്വൽ ടു യൂണിയൻ എക്സ് ബിലോങ്സ് ടു എച്ച് ബി എക്സ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് പറ്റും, എവരി മെമ്പേഴ്സ് ഓഫ് ടോ, നമ്മൾ എച്ച് ആർബിട്രിന് എടുത്തിട്ടുള്ളത് ഓപ്പൺ സെറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഏതൊരു ടോയിലെ മെമ്പറിനെ എടുത്താലും നമുക്ക് സ്ക്രിപ്റ്റ് ബിയിലുള്ള മെമ്പേഴ്സിൻ്റെ യൂണിയനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ സ്ക്രിപ്റ്റ് ബി ഈസ് എ ബേസ് ഫോർ ടോ. ഓക്കെ. ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ഫാമിലി ഒരു ബേസ് ആണോ, നമുക്ക് ബേസ് ഫോർ എ ടോപ്പോളജി ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. സോ ഒരു എക്സാമ്പിൾ ആണ് സെമി ഓപ്പൺ ഇൻ്റർവെൽസ് ഫോം എ ബേസ് ഫോർ ദ സെമി ഓപ്പൺ ഇൻ്റർവെൽ ടോപ്പോളജി. സെമി ഓപ്പൺ ഇൻ്റർവെൽ ടോപ്പോളജിയിൽ സെമി ഓപ്പൺ ഇൻ്റർവെൽസ് ഒരു ബേസ് ഫോം ചെയ്യും ഓൺ ദ റിയൽ ലൈൻ. നമുക്ക് ഈസി ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. Okay. Also for the usual topology on the real line, the family of all open intervals with the rational and endpoints is a base. Okay. Note that this base is countable, although neither the set of real numbers nor the usual topology on it is countable.
ഓക്കെ, ബേസ് കൗണ്ടബിൾ ആണ്, മറ്റേത് ചിലപ്പോൾ കൗണ്ടബിൾ ആയിക്കൊള്ളണമെന്നില്ല. So we have a definition. A space is said to satisfy the second axiom of countability or is said to be second countable if its topology has a countable base. ഒരു സ്പേസ് സെക്കൻഡ് കൗണ്ടബിലിറ്റി ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയണമെങ്കിൽ, അതല്ലെങ്കിൽ സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് പറയണമെങ്കിൽ, ഒരു സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് പറയാനുള്ള കണ്ടീഷൻ ഇഫ് ഇറ്റ്സ് ടോപ്പോളജി ഹാസ് എ കൗണ്ടബിൾ ബേസ്. നമ്മൾ നേരത്തെ പറഞ്ഞു യൂഷ്വൽ ടോപ്പോളജിയിൽ, റിയൽ ലൈനിലെ യൂഷ്വൽ ടോപ്പോളജിയിൽ ദ ഫാമിലി ഓഫ് ഓൾ ഓപ്പൺ ഇൻ്റർവെൽസ് വിത്ത് റാഷണൽ പോയിൻറ്റ്സ് ഈസ് എ ബേസ് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, പക്ഷെ അതെന്തല്ല, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് കൗണ്ടബിൾ അല്ല, പക്ഷെ അതിൻ്റെ ബേസ് കൗണ്ടബിൾ ആണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഒരു സ്പേസ് സെക്കൻഡ് കൗണ്ടബിലിറ്റി ആക്സിയം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പറയണതിന്, അല്ലെങ്കിൽ അതൊരു സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ബേസ് എന്തായിരിക്കണം, കൗണ്ടബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു കൗണ്ടബിൾ ബേസ് ഉണ്ടായിരിക്കണം. ഇഫ് ഇറ്റ്സ് ടോപ്പോളജി ഹാസ് എ കൗണ്ടബിൾ ബേസ്, അങ്ങനെയാണെങ്കിൽ നമ്മളത് സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു മൈൻഡിൽ വരും എന്താണ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഫസ്റ്റ് കൗണ്ടബിൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസസ് ഹാവ് മെനി പ്ലസൻറ്റ് പ്രോപ്പർട്ടീസ് വിച്ച് വിൽ ബി പ്രൂവ്ഡ് ലേറ്റർ. അപ്പോൾ ഫസ്റ്റ് കൗണ്ടബിൾ എന്താണെന്നുള്ളത് നമ്മൾ പിന്നീട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് കൗണ്ടബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു റിസൾട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചില ഡെഫിനിഷൻസ് ആവശ്യമുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. എ ഫാമിലി സ്ക്രിപ്റ്റ് യു ഓഫ് സെറ്റ്സ് ഈസ് സെറ്റ് ടു ബി എ കവർ ഓർ കവറിംഗ് ഓഫ് എ സെറ്റ് എ if A is contained in the union of members of U. ഓക്കെ, ഒരു യു എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് യു എന്ന് പറയുന്ന ഒരു ഫാമിലി, അത് എ എന്ന് പറയുന്ന ഒരു സെറ്റിൻ്റെ കവറിംഗ് ആണെന്ന് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ഈ ഫാമിലി യുവിനെ കവർ ചെയ്യുന്നുണ്ട് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഉള്ള കണ്ടീഷന് എന്താണ്, ഈ യൂണിലുള്ള മെമ്പേഴ്സിനെ കൊണ്ട് നമുക്ക് യൂണിയനിൽ ഈ എ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, എ ഈസ് കണ്ടെയ്ൻ ഇൻ ദ യൂണിയൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് യു, ദാറ്റ് ഈസ് എ ഈസ് കണ്ടെയ്ൻ ഇൻ യൂണിയൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് യു, യു ഐ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് യു. ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഈ ഫാമിലി അല്ലെങ്കിൽ ഈ യു എന്താണ്, എൻ്റെ കവറാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അടുത്തത് എ സബ് കവർ ഓഫ് യു, ഒരു കവറിൻ്റെ ഒരു സബ് കവർ എന്ന് പറയുന്നത് ഈസ് എ സബ് ഫാമിലി സ്ക്രിപ്റ്റ് വി ഓഫ് യു വിച്ച് ഇറ്റ് സെൽഫ് ഈസ് എ കവർ ഓഫ് എ. ഓക്കെ, അപ്പോൾ നമ്മൾ യു എന്ന് പറയുന്നത് ഓൾറെഡി എൻ്റെ ഒരു കവറാണ്, അതിൻ്റെ ഒരു സബ് ഫാമിലിയാണ് സ്ക്രിപ്റ്റ് വി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സ്ക്രിപ്റ്റ് വി ഇറ്റ് സെൽഫ് എ കവർ ഓഫ് എ ആണെങ്കിൽ നമുക്ക് പറയാം എന്താണ്, സ്ക്രിപ്റ്റ് വിനെ ഒരു സബ് കവറാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ടോപ്പോളജിക്കൽ സ്പേസിലാണെന്നുണ്ടെങ്കിൽ എ കവർ ഈസ് സെറ്റ് ടു ബി ഓപ്പൺ ഇഫ് ഓൾ ഇറ്റ്സ് മെമ്പേഴ്സ് ആർ ഓപ്പൺ. ഓക്കെ, ഒരു ഓപ്പൺ കവറാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു കവറിലുള്ള ഏത് മെമ്പർ എടുത്താലും ഓപ്പൺ ആയിരിക്കണം എന്ന് വെച്ചാൽ അത് ടോല മെമ്പേഴ്സ് ആയിരിക്കണം എന്ന് പറയാം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് 3 കാര്യങ്ങളാണ്. ഒന്ന്, കവർ എന്താണെന്ന് പറഞ്ഞു, ഒരു സെറ്റിൻ്റെ കവർ പറയാനുള്ള അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് പറഞ്ഞു, ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞത് സബ് കവർ. ദെൻ ഒരു ടോപ്പോളജിയിൽ എടുക്കുകയാണെങ്കിൽ ഓപ്പൺ കവർ എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ,
Next we have a theorem number 3.4. If a space is second countable, then every open cover of it has a countable subcover. ഒരു സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ എവരി ഓപ്പൺ കവർ ഓഫ് ഇറ്റ് ഹാസ് എ കൗണ്ടബിൾ സബ് കവർ. ഇതിൻ്റെ ഏതൊരു ഓപ്പൺ കവർ എടുക്കുകയാണെങ്കിലും അതിനെന്തുണ്ടാവും, ഒരു കൗണ്ടബിൾ സബ് കവർ ഉണ്ടാവുന്നതാണ്. ഓക്കെ, സോ പ്രൂഫ് ലെറ്റ് എക്സ്റ്റോ ബി എ സ്പേസ് വിത്ത് എ കൗണ്ടബിൾ ബേസ് ബി. സെക്കൻഡ് കൗണ്ടബിൾ ആയതുകൊണ്ട് അതിനെന്തുണ്ടാവും, ഒരു കൗണ്ടബിൾ ബേസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ സ്ക്രിപ്റ്റ് ബി എന്ന് എടുക്കുകയാണ്. ആൻഡ് ലെറ്റ് യു ബി എ ഗിവൺ ഓപ്പൺ കവർ ഓഫ് എക്സ്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട് എവരി ഓപ്പൺ കവർ ഓഫ് എക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യു എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ഓപ്പൺ കവറാണെന്ന് എടുത്തു. ഓക്കെ, അപ്പോൾ ഇതിന് കൗണ്ടബിൾ ബേസ് ഉണ്ടായതുകൊണ്ട്, അതെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ബി കൗണ്ടബിൾ ആയതുകൊണ്ട് നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. സ്ക്രിപ്റ്റ് ബിയിലെ മെമ്പേഴ്സിനെ B1, B2, B3 എക്സെട്ര ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. ഓക്കെ, ഇൻ കേസ് സ്ക്രിപ്റ്റ് ബി ഈസ് ഫൈനൈറ്റ്, then the same term can be repeated infinitely many times. അപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് ബി, ഓക്കെ, അപ്പോൾ ഇതിൽ ഉള്ള എലമെൻസാണ് ബികൾ. അപ്പോൾ ഇത് കൗണ്ടബിൾ ആണെങ്കിൽ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും, B1, B2 എക്സെട്ര എന്നിങ്ങനെയുള്ള രൂപത്തിൽ എഴുതാൻ പറ്റും, B3. ഓക്കെ, ഇനി സ്ക്രിപ്റ്റ് ബി ഫൈനൈറ്റ് ആവുന്ന കേസിൽ നമ്മളെന്ത് ചെയ്യും, ഇതിൽ ടേമുകൾ റിപ്പീറ്റഡ് ഇൻഫൈനൈറ്റ്ലി മെനി ടൈംസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, B1, B2 എക്സെട്ര ഈ രൂപത്തിൽ എഴുതാൻ പറ്റും. ഫൈനൈറ്റ് ആണെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് എൻഡ് ആവും. പക്ഷേ അവർ നമ്മളെന്ത് ചെയ്യും, ഇതിലെ ടേമുകൾ ഇൻഫൈനൈറ്റ്ലി മെനി ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്ന രൂപത്തിൽ എഴുതാം. ഓക്കെ, നൗ ലെറ്റ് S is equal to n belongs to n such that Bn is contained in some members of U. ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു this is B1, B2 എക്സെട്ര Bn. നൗ U എടുക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. എസ് എന്ന് പറഞ്ഞ സെറ്റ് എങ്ങനെ ഡിഫൈൻ ചെയ്ത്, എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ numbers, okay, such that Bn is contained in some members of Ui. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഇൻഡെക്സ് സെറ്റ് എടുക്കണം. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു B1 എടുത്തു. ഈ B1 ആക്ച്വലി ഈ യുവിലുള്ള ഏതെങ്കിലും ഒരു മെമ്പേഴ്സിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്തു, S is equal to 1 എടുത്തു. ഇനി ഈ B3 ആണിതിലുണ്ടെങ്കിൽ 3 എടുക്കുകയാണ്. B2 ഇല്ല സപ്പോസ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ആ നമ്പേഴ്സിനെ നമ്മൾ B1, B2 കൗണ്ടബിൾ ആയതുകൊണ്ട് നമുക്ക് ഈ രൂപത്തിൽ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ നമുക്ക് 1, 2, 3 എക്സെട്ര എന്നുള്ള ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആ നമ്പേഴ്സിൽ ഏത് BIകളാണോ ഈ യുവിലുള്ള മെമ്പേഴ്സിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് അതിനപ്പോൾ ആ കേസിൽ നമ്മൾക്ക് എന്താ വരിക, ഇത് നമ്മളിപ്പോൾ ഇവിടുത്തെ രൂപത്തിലാണ് B1, ഇത് B3, ഇങ്ങനെയുള്ള യുവിൻ്റെ സബ്സെറ്റുകൾ നമുക്ക് കിട്ടും, മെമ്പേഴ്സ് കിട്ടും. ഓക്കെ, ആ രൂപത്തിൽ ഉള്ള ഇൻഡെക്സ് സെറ്റിന് നമ്മൾ എസ് എന്ന് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, നൗ ഫോർ ഈച്ച് n belongs to S, now for each n belongs to S, fix un belongs to U such that Bn subset of un. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു നമുക്ക് ഇവിടെ 1, 3, ഇപ്പോൾ ഇത് സപ്പോസ് ഇത് കിട്ടുന്നത്
B4 ആണ് സപ്പോസ് ചെയ്യുക, ഇത് B6 ആണ് സപ്പോസ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ എസ് എന്തായി മാറി? 1 3 4 6 ഈ രൂപത്തിലായി. ഓക്കെ, യുകളിലുള്ള ഈ എലമെൻറ്റ്സ്, അതായത് ഈ മെമ്പേഴ്സ്, ഇതിന് നമ്മൾ ഓരോ ഇൻഡെക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ B1 കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന യുവിന് നമ്മൾ U1 എന്ന് കൊടുക്കും, U1, ഇത് U3. ഓക്കെ, ആ രൂപത്തിൽ. സോ വി ഹാവ് UN belongs to script U. ഓക്കെ, സച്ച് ദാറ്റ് BN UN ഈ രൂപത്തിൽ നമുക്ക് കിട്ടി. ഓക്കെ, B1 കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് U1, B3 കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത് U3, B4 U4. ഓക്കെ, പക്ഷേ ചില കേസിൽ എന്തുവാം, ചിലപ്പോൾ നമുക്ക് B1ഉം B3യും ചിലപ്പോൾ ഒരു ഇതിലായിരിക്കും ഉണ്ടാവുക, യുവിൻ്റെ ഒരു സബ്സെറ്റിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്കെന്ത് കിട്ടി? ഇവിടെ B1ഉം B3യും ഡിഫറെൻ്റ് ആണ്, പക്ഷേ U1ഉം U3യും സെയിം ആണ്. അപ്പോൾ ആ രൂപത്തിലും വരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു സെറ്റ് കിട്ടുകയാണ്, C എന്ന് പറയുന്നൊരു സെറ്റ്. ഓക്കെ, സോ ഇറ്റ് മേ ഹാപ്പൻ ദാറ്റ് UM equal to UN even though BM not equal to BN. Now script C equal to set of all BN such that N belongs to S. ഓക്കെ, നമ്മളിനി C എടുക്കുന്നത് എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ BN such that N belongs to S. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു B സിയിലുണ്ടെങ്കിൽ എന്താവും, അല്ലെങ്കിൽ ഒരു BN സിയിലുണ്ടെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും? ഒരു UN ഉണ്ടാവും. ഓക്കെ, അപ്പോൾ N belongs to S ആവുന്ന രൂപത്തിൽ. ഇപ്പോൾ N belongs to S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇതാണ് S. അപ്പോൾ നമുക്ക് ഈ ഒരു രൂപത്തിലുള്ള ഈ കേസിലുള്ള സെറ്റാണ് നമുക്ക് കിട്ടുക. ഈ സ്ക്രിപ്റ്റ് സീൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇതിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു UN ഉണ്ടാവും, വിച്ച് ഈസ് ഇൻ സ്ക്രിപ്റ്റ് U. ആൻഡ് സ്ക്രിപ്റ്റ് V ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ UN സച്ച് ദാറ്റ് N belongs to S. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനുകൾ N belongs to S വരുന്ന എല്ലാ BNകളും നമ്മൾ എടുക്കുമ്പോൾ അത് C എന്നുള്ള സെറ്റിലുണ്ടാവും. അതുപോലെ തന്നെ UNകൾ എടുക്കുകയാണെങ്കിൽ അത് V എന്നുള്ള സെറ്റിലുണ്ടാവും. ഓക്കെ, നൗ ക്ലിയർലി V ഈസ് എ കൗണ്ടബിൾ സബ് ഫാമിലി ഓഫ് U. അതിന് കാരണം എന്താ? നമുക്കറിയാം ഈ C എന്ന് പറയുന്നത് എന്താണ്? അതൊരു കൗണ്ടബിൾ സെറ്റാണ്. കാരണം നമ്മൾ BNകളൊക്കെ എടുക്കുന്നത് ഒരു കൗണ്ടബിൾ സെറ്റിൽ നിന്നാണ്, സ്ക്രിപ്റ്റ് Bയിൽ നിന്നാണ് BNകൾ എടുക്കുന്നത്. അതുകൊണ്ടുണ്ടാക്കിയതാണ് ഈ C എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ UNയിലുള്ള പിന്നെ സ്ക്രിപ്റ്റ് Vയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതും എന്തായിരിക്കും? ഒരു കൗണ്ടബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണേണ്ടത് ഇഫ് എ സ്പേസ് ഈസ് സെക്കൻഡ് കൗണ്ടബിൾ ദെൻ എവരി ഓപ്പൺ കവർ ഓഫ് ഇറ്റ് ഹാസ് എ കൗണ്ടബിൾ സബ് കവർ എന്നാണ്. അപ്പോൾ X എന്നുള്ളൊരു സ്പേസ് നമ്മളെടുത്തു, അത് സെക്കൻഡ് കൗണ്ടബിൾ ആയതുകൊണ്ട് അതിനൊരു കൗണ്ടബിൾ ബേസ് ഉണ്ടാവും. പിന്നെ നമ്മൾ സ്ക്രിപ്റ്റ് U എന്ന് പറയുന്ന ഒരു ഓപ്പൺ കവറാണ് എടുക്കുന്നത് ഈ Xൻ്റെ. നമുക്ക് കാണേണ്ടത് എവരി ഓപ്പൺ കവർ ഓഫ് ഇറ്റ് ഹാസ് എ കൗണ്ടബിൾ സബ് കവർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്കൊരു സബ് കവർ കിട്ടണം. അപ്പോൾ ഇത് V എന്ന് പറയുന്ന എന്ത് ചെയ്യണം? സ്ക്രിപ്റ്റ് Uൻ്റെ ഒരു സബ്സെറ്റ് കിട്ടണം, സച്ച് ദാറ്റ് ഈ V Xനെ കവർ ചെയ്യണം. എന്ന് മാത്രമല്ല ഇതെന്തുമായിരിക്കണം? കൗണ്ടബിളും ആയിരിക്കണം. ഇതായിരുന്നു നമ്മുടെ കേസ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ എന്ത് കിട്ടി? V കിട്ടിയിട്ടുണ്ട്.
ഓക്കെ, വി എന്താണ്? വി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് വി എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് യുവിൻ്റെ ഒരു സബ്സെറ്റാണ്. എന്ന് മാത്രമല്ല ഇത് എന്തുമാണ്? കൗണ്ടബിളും ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഈ വി നമ്മുടെ എക്സിൻ്റെ ഒരു കവറാണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാം വിയിലുള്ള മെമ്പേഴ്സിൻ്റെ പ്രത്യേകത അറിയാം. സ്ക്രിപ്റ്റ് വിയിലുള്ള മെമ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താ അറിയാം? എന്താണ്? ഇപ്പോൾ ഇതൊക്കെ മെമ്പേഴ്സ് ആണെങ്കിൽ നമുക്കതിനെ 1, 2, 3 എന്നുള്ള രൂപത്തിൽ ഇൻഡെക്സ് ചെയ്യാൻ പറ്റും. കൗണ്ടബിളാണ്. അപ്പോൾ ഇതാണെങ്കിൽ ഇതിലൊരു B1 ഉണ്ടാവും, ഇതിൻ്റെ ഉള്ളൊരു B2 ഉണ്ടാവും, B3 ഉണ്ടാവും, ഈ രൂപത്തിലുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ വി കവറാണ്, എക്സിൻ്റെ കവറാണെന്ന്, വി കവേഴ്സ് എക്സ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓക്കെ, നമുക്കിവിടെ ഇത് B1, B2, B3. അപ്പോൾ ഈ B1, B2, B3 ഒക്കെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള സെറ്റാണ് നമ്മുടെ സ്ക്രിപ്റ്റ് സി എന്ന് പറയുന്നത്. അപ്പോൾ സി കവേഴ്സ് എക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കെന്ത് പറയാൻ പറ്റും? ഈ വി കവേഴ്സ് എക്സ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ എന്ത് കിട്ടി? നമ്മളെന്തൊക്കെ പറഞ്ഞു? വി കൗണ്ടബിൾ ആണെന്ന് കണ്ടു. ഓക്കെ, ഈ വി എന്താണ്? ഇതിൻ്റെ ഒരു സബ്സെറ്റാണെന്ന് കണ്ടു. എന്ന് മാത്രമല്ല വി എന്ത് ചെയ്യും? കവേഴ്സ് എക്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? വി ഈസ് എ കൗണ്ടബിൾ സബ് കവർ ഓഫ് യു എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്കിവിടെ റിമൈനിങ് പാർട്ട് എന്താ? വി എക്സിനെ കവർ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? സി കവേഴ്സ് എക്സ്. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? So clearly V, script V is a countable subfamily of U and covers X if C does. C cover ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സിനെ കവർ ചെയ്യും. So the theorem will be proved if we show C is a cover of X. അതാണ് നമുക്ക് കാണേണ്ടത്. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതായി. അപ്പോൾ C കവറാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലെറ്റ് X belongs to X. ക്യാപിൻ നമ്മളുടെ സ്പേസിൽ നിന്നൊരു എലമെൻ്റ് എടുത്തു, എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം സ്ക്രിപ്റ്റ് യു എന്ന് പറയുന്നത് എന്താണ്? എക്സിൻ്റെ കവറാണ്. സോ വി ഹാവ് ദിസ് കണ്ടീഷൻ. സോ എക്സ് ബിലോങ്സ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദർ എക്സിസ്റ്റ് സം യു ഇൻ വി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു. Since x will u belong to script u, this one. Okay, അപ്പോൾ എന്തായി? നമുക്ക് എന്ത് കിട്ടി? We have a script b is a base for x. Okay, and x belongs to x. The base ആണ് x belongs to x and we have x belongs to u. ഓപ്പൺ ആണ്. കാരണം നമ്മുടെ സ്ക്രിപ്റ്റ് വ്യൂ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ കവറാണ്. അപ്പോൾ അതിലെ മെമ്പേഴ്സ് എന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നേരത്തെ പറഞ്ഞ തിയറം പ്രകാരം 3.2 പ്രകാരം അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് ബി, ഒരു ബിയിലുള്ളൊരു മെമ്പർ ഉണ്ടായിരിക്കും സച്ച് ദാറ്റ്. ഇപ്പോൾ നമ്മളെന്താ കണ്ടത്? നമ്മൾ ക്യാപിറ്റൽ എക്സിൽ നിന്നും ഒരു സ്മോൾ എക്സ് എടുത്തു. ഓക്കെ, പിന്നെ യു എന്ന് പറയുന്നത്, സ്ക്രിപ്റ്റ് യു എന്ന് പറയുന്നത് കവർ ഓഫ് എക്സ് ആണ്, ഓപ്പൺ കവറാണ്. ഓക്കെ, അപ്പോൾ യുവിലുള്ള മെമ്പേഴ്സൊക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതിനെ കവർ ചെയ്യുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ കവർ ചെയ്യാൻ നമുക്ക് ഇതാണ് കിട്ടുന്നത്, യൂണിയൻ ഓഫ് യു വേർ യു ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് യു, ഈ രൂപത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സ് എന്തുണ്ട്? ഇപ്പോൾ നമ്മൾ യു ആൽഫ എന്ന് എടുക്കാം, ആൽഫ ബിലോങ്സ് ടു സം ഐ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ദിസ് എക്സ് ബിലോങ്സ്, സ്മോൾ എക്സ് ബിലോങ്സ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു ഇതിലുള്ള ഏതോ ഒരു യുവിലുണ്ട്. ഓക്കെ, ഇവിടെ എന്ത് കിട്ടി? എക്സ് ബിലോങ്സ് ടു എക്സ് ആൻഡ് എക്സ് ബിലോങ്സ് ടു യു വേർ യു ഈസ് ഇൻ സ്ക്രിപ്റ്റ് യു. ഈ രൂപത്തിൽ ഇതിലുള്ളൊരു യു ആണ്, ഈ സ്ക്രിപ്റ്റ് യുവിലുള്ള ഒരു എലമെൻ്റ് ആണ് യു എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബൈ പ്രീവിയസ് പ്രപ്പോസിഷൻ 3.2 നമുക്ക് എന്ത് പറയാൻ പറ്റാം? there exists a b in script b such that x belongs to b is a subset of u. പക്ഷെ നമുക്കറിയാം ബി കൗണ്ടബിൾ ആണ്. അപ്പോൾ ഇതിനൊരു ഇൻഡെക്സ് ഉണ്ടാവും, നമ്മളത് കെ എന്ന് എടുക്കാം. സച്ച് ദാറ്റ് അപ്പോൾ ബി കെ ഈ രൂപത്തിലാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? there exists k in n such that x belongs to k and bk subset of u എന്നെടുക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എടുക്കുന്ന കെ എന്തായാലും എസ്സിലുണ്ടായിരിക്കും. കാരണം എസ്സിലുള്ള ഇതിൻ്റെ പ്രത്യേകത എന്താണ് നമുക്കറിയാം. എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ n in n such that bn is contained in some members of a. Okay, so bk is contained in this u. So k belongs to s. k belongs to എസ്സിലുണ്ടെങ്കിൽ ഈ ബി കെ എന്തിലുണ്ടാവും? നമ്മുടെ സിയിലുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നിട്ട് സി എന്ത് എക്സിനെ കവർ ചെയ്യുന്ന കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വിയും എക്സിനെ കവർ ചെയ്യും. സ്ക്രിപ്റ്റ് വി ഈസ് എ കവർ ഓഫ് എക്സ്. ഓക്കെ, സോ ദിസ് കംപ്ലീറ്റ്സ് ദ പ്രൂഫ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എക്സ് ഈസ് എ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് എന്നുള്ളതാണ്. വി ഹാവ് എ ടോപ്പോളജിക്കൽ സ്പേസ് വിച്ച് ഈസ് സെക്കൻഡ് കൗണ്ടബിൾ. സെക്കൻഡ് കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കൗണ്ടബിൾ ബേസ് ഉണ്ടാവും എന്നുള്ളതാണ്. ആ ബേസിനെ നമ്മൾ സ്ക്രിപ്റ്റ് ബി എന്ന് എടുക്കുകയാണ്. ഓക്കെ, പിന്നീട് നമുക്ക് കാണേണ്ടത് എവരി ഓപ്പൺ കവർ ഓഫ് ദിസ് സ്പേസ് എക്സ് ഹാസ് എ കൗണ്ടബിൾ സബ് കവർ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓപ്പൺ കവർ യു സ്ക്രിപ്റ്റ് യു എന്ന് പറയുന്ന ഒരു ഓപ്പൺ കവർ എടുക്കുന്നു. ഓപ്പൺ കവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ യുയിലുള്ള മെമ്പേഴ്സ് കൊണ്ട് നമുക്ക് ഇതിനെ കവർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എക്സിനെ എക്സ് എന്തിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കും? ഈ സ്ക്രിപ്റ്റ് യുയിലുള്ള മെമ്പേഴ്സിൻ്റെ ചില മെമ്പേഴ്സുകളുടെ യൂണിയനിൽ എന്തുണ്ടാവും? എക്സ് കണ്ടെയ്ൻ ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ എക്സ് യുയിലുള്ള മെമ്പേഴ്സിൻ്റെ പ്രത്യേകത അത് ഓപ്പണും ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പൺ കവറിന് എന്തുണ്ടാവും? വി എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് വി എന്ന് പറയുന്ന ഒരു സബ് കവർ ഉണ്ടാവും എന്നാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? സിയും സ്ക്രിപ്റ്റ് സി സ്ക്രിപ്റ്റ് വി എന്ന് പറയുന്ന രണ്ട് സെറ്റുകൾ നമ്മളിതിൽ നിന്ന് കൺസ്ട്രക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് കൗണ്ടബിൾ ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ കൗണ്ടബിൾ എന്ത് കിട്ടി? യുവിൻ്റെ സ്ക്രിപ്റ്റ് വി എന്ന് പറയുന്നത് ഒരു യുവിൻ്റെ കൗണ്ടബിൾ സബ്സെറ്റാണെന്ന് കിട്ടി. ഇനി അത് എക്സിനെ ഈ സ്ക്രിപ്റ്റ് വി എക്സിനെ കവർ ചെയ്യുന്നു കാണിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രിപ്റ്റ് സി എക്സിനെ കവർ ചെയ്യുന്നതെന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് തിയറം 3.4ൻ്റെ പ്രൂഫ്. ഓക്കെ, താങ്ക് യു.